ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജനയും പൂജയും കൂടി അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വീടൊക്കെ പൂട്ടി പതുക്കെ ഇങ്ങനെ ഓട്ടോയിൽ കയറുകയാണ്. ഈ സമയം പുറത്താണെങ്കിലും റാണി നിൽക്കുന്നുണ്ട്. ഏതാ വീട് എന്ന് കറക്റ്റായി അറിയില്ലെങ്കിലും ആ ഒരു വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴായിരിക്കും ആ ഓട്ടോയിൽ പൂജ ഇങ്ങനെ അഞ്ജനയും കൂടി ഇങ്ങനെ വരുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ റാണി കാണുകയാണ്. അപ്പോൾ റാണി കണ്ടോടെ തന്നെ റാണിക്ക് ഒരുപാട് സമാധാനമാണ്. ഈശ്വര, ഞാൻ വിചാരിച്ച ആളെ തന്നെ കണ്ടല്ലോ, എനിക്ക് തന്നെ ആകെ അത്ഭുതമായി തോന്നുന്നു എന്നുള്ള ഭാവത്തിൽ റാണി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നീട് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ വേണ്ടിയിട്ട് റാണി ഇവരെ പിന്തുടരുകയാണ്. അങ്ങനെ ആ അഞ്ജനയും പൂജയും കൂടി പിന്നീട് പോകുന്നത് അമ്പലത്തിലോട്ടായിരിക്കും കേട്ടോ. അങ്ങനെ പൂജ പറയാണ്, അമ്മ എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ അവർ കയറുകയാണ് കേട്ടോ. ഈ സമയം പൂജ ദൈവങ്ങളോട് പറയാണ്, ഈശ്വര, എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല, ഞാൻ വിവാഹം കഴിഞ്ഞതാണോ ഇനി അമ്മയുടെ ആ ഗതിയാണോ എനിക്ക് എന്തൊന്നും അറിയില്ല, ഈശ്വര എനിക്ക് എൻ്റെ ആ ഒരു ഓർമ്മകൾ തിരിച്ചു കിട്ടണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് റാണി തൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ റാണി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈശ്വര, ഞാനിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം മറക്കാം, അതായിരിക്കും നല്ലത്, എന്നെ പിടിക്കപ്പെട്ട അതും ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ആരും എന്നെ കാണാൻ പാടില്ല എന്ന് കരുതി തന്നെ റാണി മുഖം മറക്കണം കേട്ടോ. അങ്ങനെ റാണി എന്ത് ചെയ്യും, നേരിട്ട് പൂജയെ കാണുകയാണ്. അപ്പോൾ പൂജയെ കാണുമ്പോൾ ഈശ്വര, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ, എനിക്ക് ഞാൻ ആരാണെന്ന് എനിക്ക് പോലും അറിയാത്തൊരവസ്ഥയിലാണല്ലോ, എന്നെപ്പോലും എനിക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ള ആ അതിലിങ്ങനെ റാണി ഇങ്ങനെ പൂജയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം അഞ്ജനയോട് പൂജ പറയാണ്, എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൻ്റെ ഒരു ആശ്വാസമൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തരോ, എൻ്റെ മോള് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഞ്ജനയോട് വീണ്ടും പൂജ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മകളെല്ലാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് താങ്ങില്ല, റാണി പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയല്ല എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് എന്തൊക്കെ സംശയങ്ങൾ തോന്നുന്നു എന്ന് പറയുമ്പോൾ, ഇല്ല മോളെ, നീ തന്നെയാണ് എൻ്റെ മകൾ എന്ന് അഞ്ജന തറപ്പിച്ച് പറയാണ്. അങ്ങനെ ഇവർ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്ന പൂജക്കും പിന്നെയും ടെൻഷൻ തന്നെയാണ് കേട്ടോ. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആര് എന്നൊക്കെ അറിയാനുള്ള ആ ഒരു വിഷമവും ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അഞ്ജന സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ, ഈശ്വര, ഇവൾ ജീവിച്ചിരിപ്പുണ്ട്, ഇവൾക്ക് ഇനി ഓർമ്മ തിരികെ കിട്ടി, ഇവൾ പെട്ടെന്ന് ആ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പിടിക്കപ്പെടും, അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പൊക്കണം, അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്, അല്ല എങ്കിൽ തൻ്റെ ജീവൻ ആപത്താണ് ണെന്ന് റാണി ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ റാണി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം റാണി അവിടെ നിന്നും അങ്ങ് പോവാണ്. പിന്നീട് അഞ്ജനയുടെ വീട്ടിൽ കയറാണ്. ഈ സമയം പൂജയാണെങ്കിലോ നല്ല ഉറക്കത്തിലായിരിക്കും. അങ്ങനെ റാണി പതുക്കെ ആ വീട്ടിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് പൂജയുടെ മുഖത്തോട്ട് അങ്ങ് പൂജ ഉറക്കത്തിൽ നിന്ന് ഉണരാനും കരയാതിരിക്കാനും വേണ്ടിയിട്ട് പൂജയുടെ മുഖത്ത് പഞ്ഞി വെച്ച് പൂജയുടെ അബോധാവസ്ഥയിലാക്കണം കേട്ടോ. അങ്ങനെ പൂജയെ അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയമാണെങ്കിലോ അഞ്ജന നല്ല ഉറക്കത്തിലായിരിക്കും, അതുകൊണ്ട് തന്നെ അഞ്ജന ഒന്നും അറിയുന്നില്ല. അങ്ങനെ അഞ്ജനയുടെ മുന്നിൽ നിന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് റാണി പൂജയെ തൻ്റെ കീഴിലാക്കുകയാണ് കേട്ടോ. പിന്നീട് തനിക്ക് ചോദ്യം ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഒഴിഞ്ഞ പ്രദേശത്തോട്ട് കൊണ്ടുപോവാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നീക്കുമ്പോൾ പൂജയെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അഞ്ജന ആകെ ടെൻഷനാവുകയാണ്. തൻ്റെ ഭർത്താവായ അരവിന്ദനോടും മകനോടും അഞ്ജന ചൂടാവുകയാണ്. എൻ്റെ മകളെ ഇത്ര സമയത്തിനുള്ളിൽ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ തീർച്ചയായും ഞാൻ പോലീസിൽ കേസ് കൊടുക്കും, മര്യാദയ്ക്ക് നിങ്ങൾ ഉത്തരം പറ എന്ന് പറയുമ്പോൾ അരവിന്ദ് പറയാണ്, ഞാൻ പറഞ്ഞില്ല അമ്മേ, അവളുടെ സ്വഭാവം അവൾ അങ്ങനെയാണ്, തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോവും, അവൾ ഇവിടെ കളിച്ചതൊരു നാടകമാണ്, അത് അമ്മ മനസ്സിലാക്കാതെ പോയി എന്നൊക്കെ പറയുമ്പോൾ അഞ്ജനയ്ക്ക് പേടിയാവണം കേട്ടോ. ഇല്ല, എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ആരോ എൻ്റെ കുഞ്ഞിനെ ചതിച്ചതാണ് എന്ന് അഞ്ജന തറപ്പിച്ച് പറയാണ്. എന്നാൽ ഈ സമയമാണെങ്കിലോ റാണി ഇങ്ങനെ പൂജയുടെ മുഖവും നോക്കിയിരിക്കുകയാണ്. ഈശ്വര, അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ, എങ്ങനെയായിരിക്കും ഇപ്പോൾ ഞാൻ നന്ദഗോപൻ്റെ മകളായിട്ടുണ്ടാവുക, ഇനി ഒരു പക്ഷേ നന്ദഗോപനും അരുണിമയ്ക്കും ഉണ്ടായ മകൾ തന്നെ ആയിരിക്കുമോ ഞാൻ, ഒരച്ഛന് ഒരമ്മക്കും ഉണ്ടായ ഒരേ മക്കളല്ലേ ഒരു മുഖച്ചായം ഉണ്ടാവുള്ളൂ, അതോ രണ്ട് അമ്മക്കുണ്ടായ മക്കൾക്ക് എങ്ങനെ ഒരു മുഖച്ചായം വരും എന്നൊക്കെ ഇങ്ങനെ റാണി ചിന്തിച്ച് കൂട്ടുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പൊരുൾ അഴിക്കാനുണ്ട്, അത് കണ്ടെത്തുക തന്നെ വേണം. എന്തായാലും ഇനി അത് കണ്ടെത്തിയില്ലെങ്കിൽ എൻ്റെ ജീവനും കൂടി ആപത്താണ്, അതിനു മുന്നേ ഇവളെ എൻ്റെ കസ്റ്റഡിയിലാക്കുക, ഇവളെ കൊല്ലുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അതായിരിക്കും നല്ലത് എന്ന് റാണി ഇങ്ങനെ മനസ്സിൽ കരുതാണ് കേട്ടോ. എന്നാൽ ഈ സമയം റാണിയെ കാണാത്തതിനെ തുടർന്ന് എല്ലാവരും റാണിയെ തിരച്ചിൽ തുടങ്ങി. അങ്ങനെ മാധുരി അർജുനോട് വന്ന് ചോദിക്കുകയാണ്, പൂജമോളെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല, അവിടെ താഴെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അർജുൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈശ്വര, പെട്ടല്ലോ, ഇവൾ എങ്ങോട്ട്
എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്, അതെന്തായാലും കണ്ടെത്തുക തന്നെ വേണം. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് കരുതി തന്നെ റാണിയെ പിന്തുടരാൻ അർജുൻ ശ്രമിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പൂജ അബോധാവസ്ഥയിൽ നിന്നും ബോധമുണരാൻ വേണ്ടിയിട്ട് റാണി കാത്തിരിക്കുകയാണ്. അപ്പോഴായിരിക്കും പൂജ കണ്ണ് തുറക്കുന്നത്. പൂജയാണെങ്കിലോ കണ്ണ് തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ 2 കൈകളും കെട്ടിയിട്ട് താൻ ഒരു ചെയറിൽ ഇരിക്കുന്നു. ഇത് കാണുന്ന പൂജ ആകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ പൂജ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് തൻ്റെ മുഖഛായമുള്ള അതേ ആൾ എത്തിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ആകെ പൂജ ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ പൂജ നിങ്ങൾ ആരാ എന്ന് പറയുമ്പോൾ, നീ എൻ്റെ വേഷത്തിൽ ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എന്നോട് ആരാണെന്ന് പറയുമ്പോൾ നീയാണോ റാണി എന്ന് പൂജ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഞാനാണ് റാണി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ പൂജ പറയും, കുട്ടി ഞാൻ നിന്നെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, നീ എന്തിനാണ് എന്നെ ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടിരിക്കുന്നത്, എന്നെ നീ എവിടുന്നാ കൊടുന്നത്, നിനക്കറിയോ എൻ്റെ ഭൂതകാലം ഒന്നെങ്കിൽ പറഞ്ഞുകൊണ്ടാ എന്നൊക്കെ പറയുമ്പോൾ, എടി നിനക്കൊരു ഭർത്താവുണ്ടടി, നിനക്ക് ഒരു ഭർത്താവുണ്ട്, നിനക്കൊരു കുടുംബമുണ്ടടി, നിന്നെ കാത്ത് പലവരും അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നിന്നെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നത് നീ മരിച്ചെന്ന് കരുതിയിട്ടാണ് നിൻ്റെ വേഷത്തിൽ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഏതാ എൻ്റെ വീട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പൂജ ചോദിക്കുമ്പോൾ റാണി പറയും, എൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് ചെയ്യേണ്ടത്, എന്തായാലും ഞാൻ അതൊന്നും പറയില്ല. നീ മരിച്ചെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീട്ടിലോട്ട് പോയത്. പക്ഷേ നീ എനിക്ക് വഴിതടസ്സമായി വന്നിരിക്കുന്നു. എന്നാൽ എന്നെ ഈ പണിയേൽപ്പിച്ച ആളാണെങ്കിലോ മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സേഫാണ് എനിക്ക് വലുത്. നിന്നെ കൊന്നിട്ടാണെങ്കിലും അതല്ലെങ്കിൽ നിന്നെ ഇവിടെ തളച്ചിട്ടാണെങ്കിലും എൻ്റെ ഡ്യൂട്ടി ചെയ്യാനുള്ളത് ചെയ്തതിന് ശേഷം നിന്നെ ഞാൻ വെറുതെ വിടുമെന്നൊക്കെ ഇങ്ങനെ പൂജയോട് പറയുമ്പോൾ പൂജ പറയും, കുട്ടി ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ഭൂതകാലം ഒന്നും അറിയില്ല, നിൻ്റെ അമ്മ ഒരു പാവമാണ് റാണി, അത് നീ മനസ്സിലാക്കണം. നിന്നെ തേടി നിൻ്റെ അമ്മ ഇത്രയും കാലം ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ സ്വന്തം മകളാണെന്ന് കരുതിയാണ് എന്നെ ലാളിക്കുന്നത്. എന്നാൽ ആ അമ്മയെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ റാണി നീ ചെയ്യരുതെന്ന് പറയുമ്പോൾ, ഇത് കൊള്ളാലോ, തന്നെ തട്ടിക്കൊണ്ടു വന്നിട്ട് താൻ എനിക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, താൻ ജീവിച്ചിരിക്കുന്നില്ലെന്ന് കരുതിയിട്ടാടോ തൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയത്. തൻ്റെ ഭർത്താവ് ഒരു ക്രിമിനൽ വക്കീലാണ്, അവൻ എന്നെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ തട്ടിയിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ആ പരിപാടിയാണ് എന്നൊക്കെ പറയുമ്പോൾ പൂജ ആകെ ഞെട്ടിപ്പോവാണ്. തനിക്ക് തൻ്റെ ഭൂതകാലം ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ താൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പൂജ റാണിക്ക് മുന്നിൽ കെഞ്ചുമ്പോൾ അഞ്ജനയാണെങ്കിലോ തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് അഞ്ജന പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴായിരിക്കും പൂജ മിസ്സിങ് ആവുമ്പോഴായിരിക്കും ഹേമചന്ദ്രൻ അഞ്ജനയ്ക്ക് മുന്നിൽ എത്തുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രൻ പറഞ്ഞ് ഞാൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ മിസ്സിങ് ആയത് എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി എന്തായാലും അധിക ദിവസമില്ല, കാരണം പൂജയ്ക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടില്ലെങ്കിലും പിന്നീട് റാണിയെ പിന്തുടർന്ന് അർജുൻ പൂജയെ കണ്ടെത്തും. പക്ഷേ അപ്പോൾ റാണിയെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കുകയും തന്നെക്കാൾ വലിയ കൈക്കരുത്ത് അർജുനുണ്ടെന്ന് അർജുൻ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ അർജുൻ്റെ മുന്നിൽ റാണി മുട്ടുകുത്തുമ്പോൾ താൻ ഇനിയും എൻ്റെ വീട്ടിൽ അഭിനയിക്കണം, പൂജയ്ക്ക് ഓർമ്മ കിട്ടുന്നത് വരെ താൻ അഭിനയിക്കണമെന്ന് പറയാണ്. പൂജയാണെങ്കിലോ ഇതെൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് പൂജ അർജുനെ അംഗീകരിക്കാൻ ആദ്യത്തിൽ തയ്യാറാവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലായിരിക്കും പൂജയ്ക്ക് ഓർമ്മകൾ തിരികെ കിട്ടുക. എന്തായാലും പൂജയും റാണിയും കണ്ടുമുട്ടുമ്പോൾ രക്ഷകനായി അർജുൻ തന്നെ വന്ന് രക്ഷിക്കും. അതുകൊണ്ട് തന്നെ റാണിയുടെ എല്ലാ കള്ളത്തരങ്ങളും അർജുൻ വെട്ടിത്തുറന്ന് ചോദിക്കുമ്പോൾ എല്ലാ ചരിത്രങ്ങളും റാണിയോട് പറയുമ്പോൾ റാണിക്കിനി കുറ്റബോധത്തിൻ്റെ നാളുകളായി മാറും കേട്ടോ.